എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. നിങ്ങളെപ്പോഴെങ്കിലും നന്നായി മടക്കി പാചകം ചെയ്ത മോമോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രുചിയേറിയ വിഭവം നിങ്ങളുടെ വായിൽ അനുഭവവേദ്യമാകുമ്പോൾ അതിലെ കൊതി പിടിപ്പിക്കുന്ന ആവി നിങ്ങളുടെ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവം പ്രകൃതിയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ നഗരത്തിരക്കുകളുടെ അരികെ ചേർന്ന് നിന്നുകൊണ്ട് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ, അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. തിരക്കേറിയ നഗരപാതകൾ മുതൽ ശാന്തമായ ഹിമാലയൻ പർവ്വതങ്ങൾ വരെ ഇന്ത്യ അതിൻ്റെ രുചിയുടെ ഇടങ്ങൾ കാട്ടി നിങ്ങളെ വിളിക്കുന്നുണ്ട്. സംസ്കാരവും പാചകരീതിയും ഇടകലർന്ന സ്ഥലങ്ങൾ നിരന്തരം അന്വേഷിക്കുന്ന ഒരു യാത്രികനാണ് നിങ്ങളെങ്കിൽ ഇന്ത്യയിലുടനീളമുള്ള ആ 10 സ്ഥലങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. അവിടെ മോമോകൾ വെറും ഭക്ഷണമല്ല, അതൊരു അനുഭവവും സംസ്കാരവും ഹൃദയവുമാണ്. നിങ്ങളവ എരിവുള്ളതോ സൂപ്പിയോ അല്ലെങ്കിൽ സ്റ്റീമറിൽ നിന്ന് നേരിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നതോ ആവട്ടെ, ഏറ്റവും ആധികാരികമായ മോമോയുടെ ആ സ്വാദിഷ്ട നിമിഷങ്ങൾക്കായി നിങ്ങൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണവ. 1. മജ്നു കാ ടില, ഡൽഹി. ഡൽഹിയിലെ ടിബറ്റൻ കോളനി ഒരു ഡംപ്ലിംഗ് ഡിസ്ട്രിക്റ്റാണ്. ബുദ്ധവിഹാരങ്ങൾക്കും കഫേകൾക്കുമിടയിൽ നിങ്ങൾക്ക് ആധികാരികവും ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതുമായ മോമോകളുടെ പ്ലേറ്റുകൾ കാണാം. ഓരോ കടിയിലും പൈതൃകവും ജന്മനാടിൻ്റെ ഊഷ്മളതയും നിറഞ്ഞിരിക്കുന്നു. മക്ലിയോഡ് ഗഞ്ച്, ഹിമാചൽ പ്രദേശ്. കുന്നുകളുടെ ഉയരത്തിൽ ടിബറ്റിൻ്റെ സ്പന്ദനങ്ങൾ ആവാഹിക്കുന്ന ആവി പറക്കുന്ന മോമോകൾ വിളമ്പുന്നു. തെന്തുക്കും നഷ്ടപ്പെടുത്തരുത്. തെന്തുക് നൂഡിൽ സൂപ്പ് ടിബറ്റൻ പാചകരീതിയിൽ വളരെ സാധാരണമായ എന്നാൽ സ്വാദിഷ്ടമായ ഒരു നൂഡിൽ സൂപ്പാണ്. തണുപ്പുള്ള വൈകുന്നേരങ്ങളുമായി തികച്ചും ഇണങ്ങുന്ന ഒരു നൂഡിൽ സൂപ്പ്. ഡാർജിലിംഗ്, പശ്ചിമ ബംഗാൾ. അവിടുത്തെ കാഴ്ചകൾ അസാധാരണമാംവിധം മനോഹരവും ആകർഷകവുമാണെങ്കിലും ഡാർജിലിംഗിലെ മോമോകൾ യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നങ്ങളാണ്. പന്നിയിറച്ചി നിറച്ച മോമോകൾ, ഇഞ്ചി ചട്നികൾ, നിങ്ങളുടെ ഹൃദയം ഒരേ സമയം എങ്ങനെ കീഴടക്കാമെന്നറിയുന്ന സൗഹൃദ തെരുവിനെയും കച്ചവടക്കാരെയും നിങ്ങൾക്കവിടെ പ്രതീക്ഷിക്കാം. ലഡാക്ക്. ലഡാഖി മോമോകൾ പരുക്കനും ഹൃദ്യവുമാണ്. ലാൻഡ്സ്കേപ്പ് പോലെ പലപ്പോഴും യാക്കിലോ ആട്ടിറച്ചിയിലോ നിർമ്മിക്കുന്നതാണവ. സ്റ്റീമറിൽ നിന്ന് പുതുമയോടെ ആസ്വദിക്കുന്നതാണ് നല്ലത്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ ഗന്ധം അതിന് അകമ്പടി പകരും. 5. ഗാങ്ടോക്ക്, സിക്കിം. ഗാങ്ടോക്കിൽ മോമോകൾ ഒരു ജീവിത രീതിയാണ്. നിങ്ങളൊരു തെരുവ് സ്റ്റാളിൽ നിന്നോ കുന്നിൻ ചെരുവിലെ കഫയിൽ നിന്നോ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് രുചികരമായ ഫില്ലിങ്ങുകൾ, സ്വാദിഷ്ടമായ ചാറുകൾ, എല്ലാ പ്ലേറ്റിലും ആ സിഗ്നേച്ചർ റെഡ് ചട്നി എന്നിവ കാണാം. 6. ഷില്ലോങ്, മേഘാലയ. ഷില്ലോങ്ങിൻ്റെ ഭക്ഷണ തെരുവുകൾ ജീവൻ തുടിക്കുന്നതാണ്. ഇവിടുത്തെ മോമോകൾ ഒരു വടക്ക് കിഴക്കൻ കിക്ക് നൽകുന്നു. സമൃദ്ധമായി സ്റ്റഫ് ചെയ്ത് കൃത്യമായി മസാലകൾ ചേർത്ത ഇവ പോലീസ് ബസാർ പോലുള്ള വിപണികളിൽ ഏറെ പ്രിയപ്പെട്ടതും ജനകീയവുമാണ്, പ്രത്യേകിച്ച് മഴയുള്ള ഉച്ചതിരിഞ്ഞ്. 7. കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. സർഗാത്മകതയ്ക്ക് പേരുകേട്ട കൽക്കട്ട മോമോ നിർമ്മാണത്തെ ഒരു കലാരൂപമാക്കി മാറ്റി. ക്ലാസിക് സ്റ്റീം മുതൽ തീജ്വാല പറക്കുന്ന തന്തൂരി മോമോകൾ വരെ ഈ നഗരം ഡംപ്ലിങ്ങിന് നിങ്ങൾ മറക്കാത്ത ഒരു ഡ്രാമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്നതാണ്. മസാല സമ്പന്നമായ ദിവ്യാനുഭവം. 8. മണാലി, ഹിമാചൽ പ്രദേശ്. മഞ്ഞിൻ കണികകൾ വീഴുകയും നിങ്ങളുടെ വിരലുകൾ മരവിക്കുകയും ചെയ്യുമ്പോൾ മണാലിയിൽ ഒരു പ്ലേറ്റ് ചൂടുള്ള മോമോകൾ പോലെ മറ്റൊന്നില്ല. മനോഹരവും സുഖകരവുമായ കഫേകളും തെരുവ് സ്റ്റാളുകളും ഒരുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചൂടാക്കുന്ന ഡംപ്ലിങ്ങുകൾ വാഗ്ദാനം ചെയ്യുന്നു. 9. കാലിംപോങ്, പശ്ചിമ ബംഗാൾ. കാലിംപോങ് ശാന്തമായിരിക്കാം, പക്ഷേ അവിടുത്തെ മോമോകൾ വാചാലമാണ്. ടിബറ്റൻ നേപ്പാളി രുചികളുടെ സ്വാധീനത്തിൽ ഈ ഡംപ്ലിങ്സ് അതിലോലമായതും രുചികരവും മനോഹരമായ നിശബ്ദതയോടെ കഴിക്കാൻ ഏറ്റവും അനുയോജ്യവുമാണ്. 10. മജസ്റ്റിക്, ബാംഗ്ലൂരു. ദക്ഷിണേന്ത്യയുടെ മോമോ സർപ്രൈസ് ബാംഗ്ലൂരുവിലെ മജസ്റ്റിക് പ്രദേശത്താണ്. അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനക്കാർ നടത്തുന്ന സ്റ്റാളുകളുണ്ട്. ഹിമാലയൻ സംസ്ഥാനങ്ങളിലേതിനെ വെല്ലുന്ന ഡംപ്ലിംഗ് വിതരണം ചെയ്യുന്നു. ദ ജേർണീസ് ഇൻ ദ ബൈറ്റ്. മോമോകളോടുള്ള ഇന്ത്യയുടെ പ്രണയം വെറും തെരുവ് ഭക്ഷണം എന്നതിലുപരിയാണ്. ഇത് വിദൂര പർവ്വതങ്ങളെ മെട്രോ തെരുവുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക രുചിയാണ്. നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ രുചികൾ പിന്തുടരുകയാണെങ്കിൽ ഈ 10 ഇടങ്ങൾ നിങ്ങളുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക. ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ അടുത്ത സാഹസികത ഒരു പ്ലേറ്റ് ആവി പറക്കുന്ന മോമോകളിൽ നിന്ന് ആരംഭിക്കട്ടെ. ഒരു സ്ഥലത്തിൻ്റെ ഹൃദയം നിങ്ങൾ മാവിൽ പൊതിഞ്ഞ രുചിയിൽ നിന്നും ചിലപ്പോൾ കണ്ടെത്തിയേക്കാം. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടിവി സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.